ഹായ് കുട്ടികളെ മാതാപിതാക്കളെ കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ഇനി രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങളെല്ലാവരും കോളേജുകളിൽ നേരിട്ട് പോയി അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പല പേരൻസും കുട്ടികളും എന്നോട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്പോഴത്തേക്ക് അവർ റെഡിയാക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിലേക്കുള്ളൊരു മറുപടിയായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് സ്വീകരിച്ച് അഡ്മിഷൻ എടുക്കുവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കുട്ടിയോ മാതാപിതാക്കളോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണേണ്ടതാണ്. പ്രധാനമായിട്ടും ഞാൻ പറയാൻ പോകുന്നത് മെയിൻ ഡോക്യുമെൻറ്റ്സിനെ പറ്റിയിട്ടാണ്. പല കോളേജുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് കോളേജ് സ്പെസിഫിക്കായി അവർ ഇത് കൂടാതെ തന്നെ ചില ഡോക്യുമെൻറ്റുകൾ ചോദിച്ചു എന്നിരിക്കും. പക്ഷേ ആ കോളേജുകൾ അത് സബ്മിറ്റ് ചെയ്യുവാൻ നമ്മുടെ കയ്യിൽ അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഇല്ല എങ്കിലും അവർ സമയം അനുവദിക്കുന്നതാണ്. അതിനാൽ തന്നെ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സിനെ പറ്റി ഇപ്പോൾ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ടതായിട്ടില്ല. പിന്നെ പല പേരൻസിൻ്റെയും ടെൻഷൻ ഈ ഫീസ് മറ്റൊരു കോളേജിലേക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയാൽ അത് അഡ്ജസ്റ്റ് ചെയ്യുമോ എന്നുള്ളതാണ്. ഉറപ്പായും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഒരു കോളേജിലേക്ക് നിങ്ങൾ രണ്ടാം ഘട്ടത്തിൽ ജോയിൻ ചെയ്യുകയും ആ കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷം തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ബ്രാഞ്ചിലേക്കോ കോളേജിലേക്കോ മാറ്റം കിട്ടുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ ആ കോളേജിലേക്ക് അടച്ച ഫീസ് മൂന്നാമത്തെ കോളേജിലേക്ക് അല്ലെങ്കിൽ മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിലേക്ക് ഫീസായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഇത് എൻട്രൻസ് കമ്മീഷണർ നടത്തുന്ന അലോട്ട്മെൻറ്റാണ്. എൻട്രൻസ് കമ്മീഷണറെ സംബന്ധിച്ചിടത്തോളം കേരള ഒട്ടാകെയുള്ള കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കാണ് അഡ്മിഷൻ ചെയ്യുന്നത്. അതിനാൽ തന്നെ ഒരു കാരണവശാലും നിങ്ങളുടെ ഫീസ് നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ഇനി നമ്മുടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരാം. 16 ഡോക്യുമെൻറ്റുകളാണ് നിങ്ങൾ കരുതേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ ഡോക്യുമെൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അത് കുറിച്ചെടുക്കാവുന്നതാണ്. അലോട്ട്മെൻറ്റ് മെമ്മോ. എൻട്രൻസ് കമ്മീഷണർ ഇഷ്യൂ ചെയ്യുന്ന അലോട്ട്മെൻറ്റ് മെമ്മോയാണ് നിങ്ങൾ ഏറ്റവും പ്രധാന ഡോക്യുമെൻ്റായിട്ട് ഒരു കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുവാനായിട്ട് കരുതേണ്ടത്. ഇനി രണ്ടാമത് നിങ്ങളുടെ +2മായി ബന്ധപ്പെട്ട എല്ലാ മാർക്ക് ലിസ്റ്റുകളും നിങ്ങൾ ഇപ്പോൾ തന്നെ ഫയലിൽ എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു നല്ല ഫയൽ മേടിക്കുകയും ആ ഫയലിൽ ഓരോ ലെയറുകളായി നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റാണ്. അത് നിങ്ങൾ ഏത് ബോർഡിലാണ് പഠിച്ചത് എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾ ആ +2 മാർക്ക് ലിസ്റ്റുകൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. ഈ ഡോക്യുമെൻറ്റുകളുടെ എല്ലാം ഫോട്ടോസ്റ്റാറ്റുകളും നിങ്ങൾ എടുത്തു വെക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു സെറ്റ് കോപ്പി അറ്റസ്റ്റ് ചെയ്ത് സൂക്ഷിക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഡേറ്റ ഷീറ്റാണ്. പലരും ഡേറ്റ ഷീറ്റ് എന്താണ് എന്ന് സംശയം ചോദിക്കുന്നുണ്ടായിരുന്നു. ഡേറ്റ ഷീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻട്രൻസിൻ്റെ റെക്കോർഡ്സുമായി ബന്ധപ്പെട്ട് എൻട്രൻസ് കമ്മീഷണർ നമ്മുടെ പോർട്ടലിൽ തരുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അപ്പോൾ രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നതിലേക്കായി ആ ഡേറ്റ ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആ ഡേറ്റ ഷീറ്റിൽ എൻട്രൻസ് കമ്മീഷണർക്ക് നിങ്ങളെപ്പറ്റി അറിയാവുന്ന എല്ലാ ഡേറ്റയും ഉൾക്കൊള്ളിച്ചിട്ടായിരിക്കും അത് പബ്ലിഷ് ചെയ്യുക. ഇനി നാലാമത്തെ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ SSLCയുടെ അല്ലെങ്കിൽ 10th ബോർഡ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ 10th ബോർഡ് എക്സാമിനേഷൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒറിജിനൽ പ്രൂഫാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി പ്രൂവ് ചെയ്യാനും നമ്മുടെ അഡ്രസ്സ് പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ഏജ് പ്രൂഫായിട്ടും എല്ലാം നമുക്ക് 10th സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ SSLC സർട്ടിഫിക്കറ്റ് 10th സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ നാലാമത്തെ സർട്ടിഫിക്കറ്റായിട്ട് എടുത്ത് വെക്കുക. ഇനി അഞ്ചാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ബർത്ത് ആണ്. ഈ പ്രൂഫ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഒന്നുകിൽ നിങ്ങൾക്ക് ജനന സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാവുന്നതാണ്, ഇല്ലെങ്കിൽ SSLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് എക്സാക്ട്ലി കറക്റ്റാണ് എങ്കിൽ അത് തന്നെയും നിങ്ങൾക്ക് പ്രൂഫ് ഓഫ് ബർത്തായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ട് എങ്കിലും നിങ്ങൾക്ക് അത് ഒരു ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ആറാമത്തെ സർട്ടിഫിക്കറ്റ് ഏതാണെന്ന് നോക്കിയാൽ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി ആണ്. നമ്മുടെ നേറ്റിവിറ്റിയുടെ പ്രൂഫാണ്. അപ്പോൾ നേറ്റിവിറ്റി പ്രൂഫ് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എൻട്രൻസ് കമ്മീഷണറുടെ വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡോക്യുമെൻറ്റും നമ്മൾ നമ്മുടെ അഡ്മിഷൻ പർപ്പസിലേക്കായി കരുതേണ്ടതാണ്. ഒന്നുകിൽ അത് SSLC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ പാസ്പോർട്ടും നിങ്ങൾക്ക് ഈ ഒരു പർപ്പസിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പ്രോസ്പെക്ടസിൽ നേറ്റിവിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് കൂടാതെ ഏഴാമതായിട്ട് നമ്മൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നമ്മൾ കരുതേണ്ട സർട്ടിഫിക്കറ്റ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ്. അത് നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിൽ വരുന്ന SC BC അതുപോലെ തന്നെ OEC കാറ്റഗറിയിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ആണ്. അത് പഴയ ഡോക്യുമെൻ്റ് ആണ്, ഇൻവാലിഡ് ആണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് എങ്കിൽ ഒരു പുതിയ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.
എട്ടാമത് വരുന്ന ഡോക്യുമെൻ്റ് നമ്മുടെ EWS സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നമ്മുടെ ഇൻകം പ്രൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ EWS കാറ്റഗറിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ റിസർവേഷൻ ആനുകൂല്യം ഉള്ളവരാണ് എങ്കിൽ ആ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നിങ്ങൾ കരുതേണ്ടതാണ്. എല്ലാവരും ഈ സർട്ടിഫിക്കറ്റുകൾ അവരവരുടെ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് കരുതേണ്ടതാണ്. ഇനി ഒമ്പതാമത് വരുന്ന സർട്ടിഫിക്കറ്റ് നമ്മുടെ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ്. ഇതിൽ നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ടി വരുന്നത് SC ST അല്ലെങ്കിൽ GU കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നിങ്ങളുടെ അഡ്മിഷൻ പർപ്പസിനായിട്ട് കരുതേണ്ടതാണ്. അതാണ് നമ്മുടെ ഒമ്പതാമത്തെ സർട്ടിഫിക്കറ്റായിട്ട് വരുന്നത്. ഇനി പത്താമത്തെ സർട്ടിഫിക്കറ്റ് നമ്മുടെ കോളേജിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ആണ് അല്ലെങ്കിൽ TC ആണ്. അപ്പോൾ കുട്ടികൾ ഓൾറെഡി സ്കൂളുകളിൽ നിന്ന് നിങ്ങൾ TC മേടിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്കൂളിൽ പോവുകയും അതുപോലെ തന്നെ TC എത്രയും പെട്ടെന്ന് സ്കൂളിൽ നിന്ന് മേടിക്കുകയും വേണം. ഇനി TC മേടിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കൂടി മേടിക്കുക. ആ കോഴ്സ് ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ആണ് 11ാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് ഈ അഡ്മിഷൻ പർപ്പസിലേക്ക് ആവശ്യമുള്ളത്. ഇനി 12ാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഡോക്ടറുടെ കയ്യിൽ നിന്ന് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നമ്മുടെ പ്രോസ്പെക്ടസിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും റെഡിയാക്കി വെക്കേണ്ടതാണ്. ഇനി ഇത് കൂടാതെ തന്നെ 13ാമത്തെ ഡോക്യുമെൻ്റായിട്ട് നമുക്ക് വേണ്ടത് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നേരിട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബോർഡിലല്ല പഠിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ ഫോറിൻ സ്കൂൾസിലോ വല്ലതുമാണ് പഠിച്ചിട്ടുള്ളത് എങ്കിൽ ആ സ്കൂളിൽ നിന്ന് നമ്മുടെ സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ മേടിക്കേണ്ടതാണ്. അപ്പോൾ HSCയിലോ VHSCയിലോ അല്ലാതെ +2 പഠിച്ച കുട്ടികൾ നിങ്ങളുടെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് സ്കൂളുകളിൽ നിന്ന് മേടിക്കേണ്ടതാണ്. ഇനി പാസ് സർട്ടിഫിക്കറ്റ്, നമ്മൾ 12ാം ക്ലാസ്സിൻ്റെ പാസ് സർട്ടിഫിക്കറ്റ്, അതാണ് നമ്മുടെ ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ റാങ്ക് സൂചിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പ്രത്യേകമായിട്ട് സൂക്ഷിക്കേണ്ടതാണ്. ആ എൻട്രൻസ് റാങ്ക് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞ ഡേറ്റ ഷീറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും. ഇനി ഇത് കൂടാതെ 15ാമത്തെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും എലിജിബിലിറ്റി കാറ്റഗറിയിൽ നിങ്ങൾ റിസർവേഷൻ നേടുന്നവരാണ് എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്കോളർഷിപ്പുകളോ മറ്റോ നിങ്ങൾക്ക് ലഭിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ കാറ്റഗറി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ കരുതേണ്ടതാണ്. ഇനി 16ാമതായിട്ട് വേണ്ടതും ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കയ്യിൽ വെച്ചിരിക്കേണ്ടതുമായ സർട്ടിഫിക്കറ്റ് എൻട്രൻസ് കമ്മീഷണറിന് അടച്ചിട്ടുള്ള ഫീസിൻ്റെ റെസിപ്റ്റുകളാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഏതൊക്കെ ഫീസുകളാണോ അടയ്ക്കുന്നത് ആ ഫീസുകളുടെ റെസിപ്റ്റുകൾ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് തന്നെ നിങ്ങളുടെ ഫയലിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇത്രയും സർട്ടിഫിക്കറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മളൊരു കോളേജിലേക്ക് അഡ്മിഷന് വേണ്ടി പോകുമ്പോൾ ആവശ്യമായിട്ട് വരിക. നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഫലപ്രദമാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ ആ വീഡിയോ കാണുന്നതിലേക്കായി നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമ്മൾക്ക് കാണാം.